ഞാനും ആ പുസ്തകം വായിച്ചതാണ്. അതിനകത്ത് ഒരു മിസ്റെപ്രസെൻറ്റേഷനും ഇല്ല. അല്ല, ഇനി മണിക്കൂറുകളോളം ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കാനായിട്ട് അല്ല. മാത്രമല്ല, പുസ്തകം ഇന്നത്തെ വിഷയമല്ല. പുസ്തകത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുള്ള ഇന്നത്തെ വിഷയമാണോ? പുസ്തകം ഞാൻ ആ ബുക്ക് റെഫർ ചെയ്തിട്ടേ ഇല്ല. നിങ്ങൾ നരകത്തിൽ വീഴുമെന്ന് സാറ് പറഞ്ഞല്ലോ. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കാൻ സന്നദ്ധമാവുക എന്ന് മാത്രമാണ് അതിന്റെ ഉപചോദ്യം. താങ്കൾ വളരെ ആളുകളുമായിട്ട് ഡിബേറ്റ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. താങ്കൾ ഡിബേറ്റ് നടത്തിയിട്ടുള്ള എല്ലാ സീഡികളും തന്നെ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും താങ്കൾ അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോകുന്ന ഒരു അബദ്ധം, അത് പറയാതിരിക്കാൻ തരമില്ല. കാരണം നിച്ച് ഓഫ് ട്രൂത്തിന്റെ പ്രവർത്തകർ ആരെങ്കിലും ചെറിയ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരെ വിളിച്ച് ഡിബേറ്റിന് വരുത്തി വ്യക്തമായി ഖുർആൻ വായിച്ചിട്ടില്ലാത്തവരോ ഹദീസുകൾ എന്തെന്ന് അറിയാത്തവരോ അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ച് ഇതേപോലെ ലോജിക്കലായിട്ട് പഠിക്കാത്തവരോ മനസ്സിലാക്കാത്തവരെയോ സ്റ്റേജിൽ വിളിച്ചു വരുത്തി ഒരു സമൂഹത്തെ മുഴുവൻ അവഹേളിച്ച് കാസറ്റ് ഇറക്കി താങ്കൾ വലിയ സ്നേഹസംവാദം എന്ന മാസികയും ഇറക്കി. ഓക്കെ, അല്ല, അതിനെക്കുറിച്ച് പറയുകയാണ്. ഇറക്കിക്കൊണ്ട് താങ്കൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആ പുസ്തകത്തിൽ താങ്കൾ ഒരു പേജ് കൂടി കൂട്ടിവെക്കണം. കാരണം എത്രമാത്രം അനാചാരങ്ങൾ, എത്രമാത്രം ഈ നിങ്ങളുടെ സമുദായത്തിൽ തന്നെ എന്തെല്ലാം നടക്കുന്നു, അതിനെതിരെ ഒരു അര പേജ് മാറ്റി വെക്കുക. അതെല്ലാം നല്ലത്. അല്ലാതെ അവർ വീടുമായിട്ട് ഡിബേറ്റ് നടത്തി മറ്റൊരു സമൂഹത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമാണ് എന്ന് അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഞാൻ ഇവിടെ നിർത്തിയാണ്. സിജോ, എന്നെ സംബന്ധിച്ചിടത്തോളം, നിച്ച് ഓഫ് ട്രൂത്തിനെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവരാരായിരുന്നാലും കണക്കാ, ഹിന്ദുക്കൾ ആരായിരുന്നാലും കണക്കാ. നിങ്ങളുടെ സഭയായാലും അല്ലാത്ത സഭയാണെങ്കിലും നിങ്ങൾ ചോദിച്ചു നോക്ക്. എന്റെ മുന്നിലിരിക്കുന്ന ഇദ്ദേഹവുമായി ഞാൻ ഡിബേറ്റ് നടത്തിയിട്ടില്ല. ഈപ്പനുമായി അതിന്റെ കാസറ്റ് ഇറക്കിയിട്ടില്ല. എഡിറ്റ് ചെയ്തിട്ടാണ് ഇറക്കിയത്. അല്ലേ? ഈപ്പൻ പറയട്ടെ ഇല്ലാന്ന്. ഇത് വർഗീസ് മാളിയക്കലായിട്ട് നടത്തിയിട്ടില്ലേ? പരസ്യവേദിയിൽ വെച്ചിട്ടല്ല നടത്തിയത്. ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സിൽ കേരളത്തിൽ നിന്ന് കാര്യമായി സംഭാവന ചെയ്യുന്ന ആളാണ് ഡോക്ടർ ജോൺസൺ ഫിലിപ്പ്. അപ്പോളജറ്റിക്സിന് വേണ്ടി നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഡോക്ടർ ജോൺസൺ ഫിലിപ്പായിട്ട് ഇതേപോലെ ഡിബേറ്റ് നടത്തിയില്ലേ? മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങളാണെങ്കിൽ തീർച്ചയായും സുഹൃത്തിനെ അറിയാത്തതുകൊണ്ടാ ഇവിടെ ഞങ്ങൾ പറയുന്നതിന്റെ ഒരു 4 ഇരട്ടി ശക്തിയിൽ അവിടെ പറഞ്ഞ് പലപ്പോഴും ശക്തമായ വിമർശനങ്ങളും ശക്തമായ പ്രതികരണങ്ങളും വരെ ഏറ്റുവാങ്ങുന്ന ആളുകളാണ് ഞങ്ങൾ. അതെന്റെ സുഹൃത്തിനെ അറിയാത്തതുകൊണ്ടാ. കുറച്ചെല്ലാം ഫിന്നിക്ക് അറിയായിരിക്കും, അല്ലെ? ഫിന്നിക്ക് കുറച്ചുകൂടി അറിയും വ്യക്തിപരമായിട്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് ഞങ്ങൾ പറയുന്ന ഇത് ആരായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായി പറയാലോ. എന്താന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആൻ മാത്രമാണ് ദൈവികമെന്ന് ഉറപ്പുള്ള ഒരേ ഒരു ഗ്രന്ഥം ഞങ്ങൾ അറിയുന്നു. ഇസ്ലാമാണ് മനുഷ്യർക്ക് സ്വർഗത്തിലെത്താനുള്ള ഒരേ ഒരു മാർഗം. നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് വിശ്വസിക്കുന്ന പോലെ തന്നെ തീർച്ചയായും ആ വീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ നിങ്ങളെല്ലാവരും നിത്യനരകത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളാണ്. ആ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തുക എന്ന ദൗത്യമാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതില് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരുടെയും വികാരം, എന്റെ ഏതെങ്കിലും ഒരു ഡിബേറ്റിൽ ആരുടെയെങ്കിലും ഒരു വികാരം ഞാൻ വ്രണപ്പെടുത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. യേശു ദൈവമല്ല എന്ന് ബൈബിളിനനുസരിച്ച് ഞങ്ങൾ സ്ഥാപിക്കാറുണ്ട്. അത് ഞങ്ങളുടെ വിശ്വാസമാണ്. യേശു ദൈവമല്ലാന്ന് ദൈവമാണെന്ന് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് അവകാശമുള്ളത് പോലെ തന്നെ. കാരണം എന്താ? യേശു എന്നത് ഞങ്ങളുടെ മഹാപ്രവാചകനാ. നിങ്ങളുടെ സ്വന്തം ഒരാളല്ല, ഞങ്ങളുടെ മഹാപ്രവാചകൻ. അദ്ദേഹം ഒരിക്കലും പറയാത്ത പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന് നേരെ ആരോപിക്കുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യും ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ തന്നെ, ഖുർആന്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനത്തെ തെറ്റിദ്ധാരണകളൊന്നും വേണ്ട സിജോ. തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ, കെട്ടുകണക്കിന് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടികൾ നമുക്ക് കണ്ടെത്താം. ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിക്കുമെങ്കിൽ എനിക്കുറപ്പാണ് പരിശുദ്ധ ഖുർആനിൽ ഒരു അബദ്ധമെങ്കിലും ഇല്ല എന്ന്, ഒരൊറ്റ അബദ്ധം പോലുമില്ല എന്ന് സ്ഥാപിക്കാൻ എനിക്ക് കഴിയും. പടച്ചതമ്പുരാൻ അനുഗ്രഹിക്കുമെങ്കിൽ ഇവിടെ കൂടിയ എല്ലാ സഹോദരങ്ങളോടും ഒരിക്കൽ കൂടി ഖുർആൻ പഠിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ.